ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ത്രെഡ്സ് ഓഫ് ലവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ദിവസമായി നമ്മളുടെ ചാനലിൽ വീഡിയോസ് ഇട്ടിട്ട് ഞാൻ കുറച്ച് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി പോയതുകൊണ്ടാണ് ഇടാൻ പറ്റാതിരുന്നത്. ഇതുവരെ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത് കാണിച്ചിട്ടുള്ള എല്ലാ സ്റ്റിച്ചുകളും നിങ്ങളെല്ലാവരും ചെയ്ത് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് പഠിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഓരോ സ്റ്റിച്ച് നന്നായിട്ട് ചെയ്ത് സ്റ്റിച്ച് ബോർഡ് നന്നായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ മോട്ടിഫിലേക്ക് അത് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ മോട്ടിഫ് നല്ല നീറ്റാക്കിയിട്ട് ഒരു റെക്കോർഡായിട്ട് സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ അടുത്ത ക്ലാസ് മുതൽ ബീഡ്സ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് കാണിക്കുക എന്നുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് ബീഡ്സിൻ്റെ സ്റ്റിച്ചിങ് ആണ്. നമ്മളൊരു എംബ്രോയ്ഡറി വർക്കും കാര്യങ്ങളൊക്കെ ഹാൻഡ് എംബ്രോയ്ഡറി ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ബീഡ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഡിസൈനൊക്കെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ലൈന് വരച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഷുഗർ ബീഡ്സ് ആണ്. ഷുഗർ ബീഡ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ല ചെറിയ ബീഡ്സ് ആണ് കേട്ടോ. ഈ ഒരു സൈസേ നമുക്ക് ഷുഗർ ബീഡ്സ് വരുന്നത് ഈ ഒരു സൈസിലാണ് വരിക. വളരെ ചെറിയ സൈസാണ് വരിക. പിന്നെ വരുന്നത് കട്ട് ബീഡ്സ് ആണ്. അതാകുമ്പോൾ ഷുഗർ ബീഡ്സിനേക്കാളും കുറച്ചുകൂടി വലുപ്പമുണ്ടാവും. ഈ ഒരു രീതിയിൽ വരുന്ന ബീഡ്സ് ആണ്. ഇത് ഗോൾഡൻ കട്ട് ബീഡ്സ് ആണ് വരുന്നത്. നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ ത്രെഡാണ് യൂസ് ചെയ്യുക. നമ്മൾ ബീഡ്സിൻ്റെ കളറിനോട് മാച്ച് ചെയ്യുന്ന ഒരു ത്രെഡ് എടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ഈ ഒരു കളർ, ഒരു ഗോൾഡൻ കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. നോർമൽ സ്വീങ് ത്രെഡാണ് വരുന്നത്. അതേപോലെ ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ നീഡിലാണ് വേണ്ടത്. ചെറിയ ഐയുള്ള നീഡിലാണ് വേണ്ടത്. ഞാൻ ഇതൊരു ബീഡിങ്ങിന് യൂസ് ചെയ്യുന്നൊരു നീഡിലാണ്. 12 സൈസാണ് വരുന്നത്. 25 പീസ് ഉണ്ടാവും ഇതിൽ. ഇത് വളരെ ചെറിയ ഐയാണ് ഇതിന് വരിക. ഇതിലൂടെ നമുക്ക് ഏതൊരു ചെറിയ ബീഡ്സും കടക്കും. ഇത്രയും ചെറിയ ഐയാണ് ഇതിന് വരുന്നത്. ഇത് നമ്പർ 12 ആണ് ബീഡിങ്ങിന് യൂസ് ചെയ്യുന്ന സൈസ് നമ്പർ 12 വരുന്ന ഒരു നീഡിലാണ്. ഇത് കുറച്ച് തിന്നാട്ടോ, വളരെ തിന്നാണ്. ഇതെന്താ വേഗം അങ്ങനെ വളയുന്ന രീതിയിലുള്ള അത്രയും തിന്നായിട്ടുള്ള നീഡിലാണ്. സൈസ് ലെങ്ത്ത് കുറച്ച് കൂടുതലാണ്. നല്ല ഷാർപ്പായിട്ടുള്ള എൻഡാണ് വരിക. ഈ ഒരു നീഡിൽ വരുന്നുണ്ട്. പിന്നെ വേറൊരു നീഡിൽ വരുന്നത് ക്രിവൽസിന് യൂസ് ചെയ്യുന്നതാണ്. അതായത് എംബ്രോയ്ഡറി വർക്കിനും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന നീഡിലാണ്. ഇത് ലെങ്ത്ത് കുറവായിരിക്കും, പക്ഷെ നമ്മുടെ ഈ ഒരു നീഡിലിനേക്കാളും കുറച്ചുകൂടി വലിയ ഐയാണ് വരുന്നത്. ഇത് സൈസ് വരുന്നത് 8 ആണ്. ഇതിൻ്റെ ഐ സൈസ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സൈസ് വരും. ഇതിൻ്റെ ഐക്ക് കുറച്ച് നീളമുള്ളൊരു ഐയാണ് വരുന്നത്. അതേപോലെ നീഡിലിൻ്റെ ലെങ്ത്ത് കുറവാണ്. നമ്മൾ നേരത്തെ കാണിച്ച നീഡിലിനേക്കാളും ലെങ്ത്ത് കുറവാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് 8 ആണ്. ഇതും 25 പീസ് വരുന്നുണ്ട്. ഞാൻ ഈ ഒരു സൈസ് നീഡിൽ യൂസ് ചെയ്തിട്ടാണ് ബീഡിങ് ചെയ്യാറുള്ളത്. നമുക്ക് മറ്റേ ഫസ്റ്റ് കാണിച്ച നീഡിലാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. അത് കുറച്ച് ലെങ്ത്തുള്ളൊരു മോഡലാണ് വരുന്നത്. പിന്നെ ഭയങ്കര തിന്നായതുകൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് സീക്വൻസിനൊക്കെ ചെറിയ ഹോളായിരിക്കും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചും കൂടി നല്ലത് എനിക്ക് തോന്നുന്നത് ഈ ഒരു സൈസായിരിക്കും. ഈ ഒരു സൈസിനേക്കാളും കുറച്ചുകൂടി കംഫർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സൈസായിരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നോർമൽ ബീഡിങ്ങിനൊക്കെ ഞാൻ ബീഡ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിനൊക്കെ ഞാൻ ഈ ഒരു നീഡിലാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. ഈ ഒരു നീഡിൽ ഞാൻ എടുത്തിട്ടുണ്ട്. നോർമൽ സ്വീങ് ത്രെഡ് എടുത്തിട്ടുണ്ട്. ബീഡ്സ് ഞാൻ 2 ഐറ്റം ബീഡ്സ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഷുഗർ ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോർമൽ നീഡിൽ 2 ലെയറായിട്ട് കോർത്തെടുത്ത് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്യാം.
നമ്മൾ ഒരുപാട് ബീഡ്സ് സൂചിയിൽ ലോഡ് ചെയ്യരുത്. 2 അല്ലെങ്കിൽ 3. ഇതിപ്പോൾ ചെറിയ ബീഡ്സ് ആയതുകൊണ്ട് 3 ബീഡ്സ് വരെ സൂചിയിൽ ലോഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ചുകൂടി ലെങ്ത് ഉള്ള, അതായത് കട്ട് ബീഡ്സ് പോലൊക്കെയുള്ള ബീഡ്സ് ആണെങ്കിൽ 1 2 ലോഡ് ചെയ്താൽ മാത്രമേ നമുക്കത് നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇത് ചെറിയ ബീഡ്സ് സൈസ് കുറവായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ 2 അല്ലെങ്കിൽ 3 അതിൽ കൂടുതൽ നിങ്ങൾ എടുക്കരുത്. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു ബീഡ്സ് ഏത് ലെങ്ത്തിലാണ് വരുന്നതെന്ന് നോക്കിയിട്ട് അവിടെ നമ്മൾ സൂചി താഴേക്ക് കുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബാക്ക് സ്റ്റിച്ച് പോലെ നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് ഈ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ സൂചി കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കുറച്ച് ആ ഒരു ബീഡ്സ് അവിടെ നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും സൂചിയിൽ ബീഡ്സ് കോർത്തെടുക്കുക. ഞാൻ 2 ബീഡ്സാണ് കോർത്തിട്ടുള്ളത്. കറക്റ്റ് ബീഡ്സ് എവിടെയാണോ വരുന്നത് ആ ഒരു ഭാഗത്ത് തന്നെ സൂചി താഴേക്ക് കുത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മളൊന്ന് ബാക്കിലേക്ക് സൂചി എടുത്ത് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ നൂല് കോർത്തെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ നോർമൽ നീഡിൽ കൊണ്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ചെയ്താൽ ബീഡ്സ് അവിടെ ടൈറ്റായിട്ടിരുന്നോളും, പിന്നെ ഇളകി പോകില്ല. ടൈറ്റായിട്ട് തന്നെ അവിടെ ഇരുന്നോളൂ കേട്ടോ. ഒരുപാട് ബീഡ്സ് സൂചിയിൽ ഒരു തവണയായിട്ട് കോർത്തെടുക്കരുത്. ഒരു 3 ബീഡ്സ് വരെയൊക്കെ കോർത്തെടുത്താലും കുഴപ്പമില്ല. ചെറിയ ബീഡ്സ് ആയതുകൊണ്ട് കേട്ടോ. വലിയ ബീഡ്സൊക്കെ ആണെങ്കിൽ സിംഗിൾ ബീഡ്സ് വെച്ച് തന്നെ നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു സ്റ്റിച്ച് നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ. എളുപ്പത്തിൽ പെട്ടെന്ന് തീരാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ബീഡ്സ് ലോഡ് ചെയ്ത് കൊടുക്കരുത്. കാരണം നമ്മളിതിന് നമ്മളിപ്പോൾ ആരി വർക്കൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഓരോ ബീഡ്സ് അല്ലെങ്കിൽ 2 ബീഡ്സൊക്കെ കോർത്ത് നമ്മളത് ലോക്ക് ചെയ്യും. ഇത് നമുക്കങ്ങനെ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് ടൈറ്റ് ചെയ്യുന്നത്. അതേപോലെ കുറച്ച് ബീഡ്സ് മാത്രം ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ഒരു ലൈന് മുഴുവനായിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം. ഈ ഒരു ലൈന് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്യാപ്പൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ടാണ് വരുന്നത്. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്തൊന്നും ബീഡ്സ് ഇളകിപ്പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ബാക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഇട്ടിട്ട് നിർത്താം. ഈ ഒരു രീതിയിലാണ് നമുക്ക് ബാക്ക് സൈഡ് വരുന്നത്. ജസ്റ്റ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ചൊക്കെ കൊടുക്കുന്ന ആ ഒരു രീതിയിലാണ് ബാക്ക് സ്റ്റിച്ച് വരുന്നത്. നമുക്ക് നന്നായിട്ട് ഇട്ടിട്ട് ഫിനിഷ് ചെയ്യാം. നമ്മൾ ലോക്ക് ചെയ്ത് ബാക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് ലോക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് അധികം വലിച്ച് ടൈറ്റ് ആക്കരുത്. അപ്പോൾ ബീഡ്സിൻ്റെ ഷേപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് നമ്മൾ വലിക്കുന്ന ആ ഒരു പ്രഷറിൽ ബീഡ്സിൻ്റെ
വരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ നമ്മളിത് കറക്റ്റ് ലൈന് വരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. നല്ല നീറ്റായിട്ട് ഭംഗിയിൽ നല്ല ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒരു ഡിസൈൻ പോലെ വരച്ചിട്ട് നമുക്ക് ഈ ബീഡ്സിൻ്റെ എങ്ങനെയാണ് ഒരു ബീഡ്സിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ മോട്ടിഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിസൈനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഓറഞ്ച് കളർ ബീഡ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഡിസൈൻ മോഡിഫൈ ചെയ്തെടുക്കാം. സെയിം കളർ ത്രെഡ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഡ്രസ്സിലൊക്കെയാണ് ഇതേപോലുള്ള ബീഡ്സ് വർക്കും കാര്യങ്ങളും ചെയ്തതെങ്കിൽ മെറ്റീരിയൽ ഏത് കളറാണോ ആ കളർ ത്രെഡ് യൂസ് ചെയ്തതാണ് കുറച്ചുകൂടി ഭംഗി ഉണ്ടാവാം. അപ്പോൾ നമുക്ക് ആ ത്രെഡ് കാണുന്ന രീതിയിൽ, അതായത് നമുക്ക് വിസിബിൾ ആവരുത്. എംബ്രോയ്ഡറി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ത്രെഡൊന്നും കാണുമ്പോൾ ഒരു വൃത്തികേടായിട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്ന ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ ഏതാണോ ആ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇതേപോലുള്ള ബീഡ്സ് വർക്കും കാര്യങ്ങളും ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ഈ ഒരു കളർ വൈറ്റ് ആയതുകൊണ്ട് നമ്മുടെ മോട്ടിഫിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ബീഡ്സിൻ്റെ സെയിം കളർ ത്രെഡ് എടുത്തതേ ഉള്ളൂ. നിങ്ങൾ ഡ്രസ്സിലേക്കൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഏതാണോ ഡ്രസ്സിൻ്റെ കളർ ആ കളറിൽ നിങ്ങൾ ഈ ഒരു നൂലെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ ഒരു ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ എടുത്ത ബീഡ്സിനേക്കാളും കുറച്ചുകൂടി സൈസ് കൂടുതലാണ് ഈ ഒരു ബീഡ്സ് കേട്ടോ. അപ്പം നല്ല സൈസ് കൂടുതലുള്ളതൊക്കെ ആകുമ്പോൾ നല്ല നീറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഡ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് കൂടുതൽ ലോഡ് ചെയ്യരുത്. ഷുഗർ ബീഡ്സിന് നമുക്ക് ഒരു അധികം ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കട്ട് ബീഡ്സിനേക്കാളും കുറച്ചുകൂടി നീറ്റായിട്ടാണ് നമുക്ക് ഷുഗർ ബീഡ്സ് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഫില്ല് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും.
ഈ ഒരു ഭാഗം ഞാൻ താഴേക്ക് കുത്തി കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇനി വേണമെങ്കിൽ നമുക്കിവിടെ കെട്ടിട്ടിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഇവിടുന്ന് വീണ്ടും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോവാം. നമുക്ക് ബാക്ക് സൈഡിൽ കെട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ബീഡ്സ് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഈ ഒരു ലൈനിൽ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഇത് തന്നെ ഏകദേശം ഒരുപാട് ലെങ്തി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ബീഡ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കാണിക്കാനുള്ള വീഡിയോ ഒരുപാട് ലെങ്തായി പോകും കാണിക്കുമ്പോൾ. ഞാനിത് ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ ഒരു രീതിയിൽ നമ്മൾ ബീഡ്സ് ലോഡ് ചെയ്തെടുത്തിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുവരെ ചെയ്തതുപോലെ തന്നെ വീണ്ടും നമ്മൾ ഇവിടുന്ന് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗം ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് ആ ഷേപ്പിൽ നല്ല ഭംഗിയായിട്ട് നീറ്റിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗവും ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ബാക്കിലെ സൈഡിൽ ഞാൻ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ ഭാഗം കഴിയുമ്പോൾ കെട്ടിട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമുക്ക് ബാക്ക് സൈഡ് നല്ല നീറ്റായിട്ടിരിക്കും. നമ്മൾ നൂല് വലിച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി നീറ്റായിട്ട് ഉണ്ടാകും. ഇങ്ങനെ ഓരോ ഭാഗം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നതാണ്. നമുക്ക് ഈ ഒരു ഭാഗം ചെയ്തെടുക്കാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ.
ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നതുകൊണ്ടാട്ടോ ആ ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂ വരുന്നത്. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. കറണ്ട് പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് വെളിച്ചം വരുന്നതും വെളിച്ചം പോകുന്നതും. ഈ ഒരു 2 സൈഡ് നമ്മളിപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ആ ഒരു സൈഡും ഇതേപോലെ തന്നെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് ഞാനങ്ങ് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ മോട്ടിഫ് ഞാനിവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ വരച്ചിട്ടുള്ള ആ സെയിം പാറ്റേൺ തന്നെ, ഷേപ്പൊന്നും മാറാതെ നല്ല കറക്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഏതൊരു ഡിസൈൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ ബീഡ്സ് എംബ്രോയ്ഡറി ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇതിപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ഔട്ട്ലൈൻ സ്റ്റിച്ചുകളാണ്. നമ്മൾ ബീഡ്സിൻ്റെ ഔട്ട്ലൈൻ സ്റ്റിച്ചാണ് നമ്മളിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊരു എംബ്രോയ്ഡറി ഡിസൈനോ അല്ലെങ്കിൽ ഏത് പാറ്റേണോ വേണമെങ്കിലും ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഫ്ലവർ ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ അടുത്തത് ചെയ്യുന്നത് ഫില്ലിംഗ് സ്റ്റിച്ച് ആയിരിക്കും. ബീഡ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ സീക്വൻസ് വെച്ചിട്ട് ഇതേപോലെ നമുക്ക് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം, അതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെയുള്ള നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി, അതായത് ആരി വർക്ക് അല്ലാതെ നോർമൽ നീഡിൽ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ബീഡ്സും സീക്വൻസും യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് വർക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നോർമൽ നീഡിൽ യൂസ് ചെയ്തിട്ട്, നോർമൽ നീഡിലും ത്രെഡും യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ബീഡ്സ് വർക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് ഔട്ട്ലൈനിലാണ് വരുന്നത്. ഔട്ട്ലൈൻ കാറ്റഗറിയിലാണ് നമ്മൾ ചെയ്തത്. ഷുഗർ ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നോർമൽ സ്വിങ് ത്രെഡാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ബീഡ്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അധികം വലിച്ച് ടൈറ്റ് ആക്കാതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ കറക്റ്റ് നമ്മൾ ഏതാണോ പാറ്റേൺ, ആ പാറ്റേണിൻ്റെ ഷേപ്പ് അതേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാം. അപ്പോൾ സ്ക്വയർ അല്ലെങ്കിൽ സർക്കിൾ, ഏത് ഷേപ്പാണെങ്കിലും ഫ്ലവർ പാറ്റേൺസ് ഏത് തന്നെ ആണെങ്കിലും, ഇതൊക്കെ കണ്ടില്ല ഒരു കേർവ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വരുന്നത്. എന്നിട്ട് നമ്മളെ ബീഡ്സിൻ്റെ കറക്റ്റായിട്ട് നമ്മൾ ബീഡ്സൊക്കെ അതേ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏത് പാറ്റേൺ ആണെങ്കിലും അതിൻ്റെ കറക്റ്റ് നമുക്ക് ഔട്ട്ലുക്കിൽ നമുക്ക് മനസ്സിലാവണം, അതെന്താണ് അതിൻ്റെ ഒരു പാറ്റേൺ എന്ന് മനസ്സിലാവണം. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഞാൻ എൻ്റെ റെക്കോർഡിലേക്ക് ചെയ്തിട്ടുള്ള ഒരു ലുക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മളെ ട്രഡീഷണൽ വർക്കിൻ്റെ കാറ്റഗറിയിലാണ് ആരി വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആരി വർക്കിൽ ആണ് നമുക്ക് ആരി വർക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ആരി വർക്കിൻ്റെ ബീഡ്സിൻ്റെ ഔട്ട്ലൈനാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആരി നീഡിൽ യൂസ് ചെയ്തിട്ടുള്ളതായിരുന്നു. നമുക്ക് ബീഡ്സ് വർക്കിൽ നോർമൽ നീഡിൽ യൂസ് ചെയ്തിട്ടുള്ള ബീഡ്സ് വർക്കിൽ നമുക്ക് മോട്ടിഫോ കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കോർഡിലേക്ക് വന്നിട്ടില്ല. നമുക്ക് ആരി വർക്കിൻ്റെ ബീഡ്സ് ഔട്ട്ലൈൻ മാത്രമാണ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഇതേപോലെ ചെറിയ ചെറിയ ഷുഗർ ബീഡ്സ് യൂസ് ചെയ്തിട്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ആരി വർക്കിൻ്റെ ബീഡ്സ് ഔട്ട്ലൈനാണ്. ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് നോർമൽ നീഡിൽ യൂസ് ചെയ്തിട്ടുള്ള ബീഡ്സിൻ്റെ ഔട്ട്ലൈനാണ്. കണ്ടില്ലേ? അപ്പോൾ ഇതേപോലെ നിങ്ങളും ചെയ്ത് പഠിക്കുക. ആരി വർക്കിൻ്റെ ക്ലാസ് വരുന്ന സമയത്ത് ഇതെങ്ങനെയാണ് ആരി വർക്കിൻ്റെ ആരി നീഡിൽ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സ്റ്റിച്ചസ് ചെയ്തെടുക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള എംബ്രോയ്ഡറി സ്റ്റിച്ചുകളും പാറ്റേണുകളുമാണ് നമ്മൾ ചെയ്ത് പഠിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോർമൽ ത്രെഡ് യൂസ് ചെയ്തിട്ട്, നോർമൽ നീഡിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും എല്ലാ ക്ലാസ്സുകളും കാണാം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ആദ്യത്തെ ക്ലാസ് മുതൽ എല്ലാ ക്ലാസ്സുകളും കാണാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാം. താല്പര്യമുള്ളവരെല്ലാവരും ജോയിൻ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതേപോലെ നിങ്ങൾ ചെയ്യുന്ന വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കതിൽ സെൻഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കത് വഴി ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും ഒരു ക്ലാസ്സായിട്ട് നമുക്ക് കാണാം കേട്ടോ. താങ്ക് യു, ബൈ.